അപ്പോൾ 2026 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായിരുന്നു എൻ്റെ ബിടെക് ഡിഗ്രി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഞാൻ വന്നത്. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ കുറച്ച് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞാൻ കോളേജിലെ സ്പോർട്സിൻ്റെ എല്ലാ മേഖലകളും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ഇയറിൽ വലിയൊരു ഓഫർ വരുന്നത്, അതായത് ടു ബി ദ ഫസ്റ്റ് ഇയർ ക്യാപ്റ്റൻ എന്നുള്ളൊരു ഓഫർ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ സ്റ്റോറിയോ വലിയ മോട്ടിവേഷൻ സ്റ്റോറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പ്രസ് ചെയ്യാനോ കാര്യങ്ങളോ, ഞാൻ ഒരു ലൈഫ് സ്റ്റോറി പറയണം. പക്ഷേ നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഈ ഒരു സ്റ്റേജ് പലർക്കും ലൈഫിൽ ഉണ്ടാവും. നമുക്കൊരു ഓഫർ വരും, അല്ലെങ്കിൽ നമുക്കൊരു ഹയർ ലെവലിലേക്ക് ഉയരാനുള്ള ഒരു അവസരം പലപ്പോഴും നമുക്ക് വരും. പക്ഷേ ആ ഒരു ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കവിടെ റെസ്പോൺസിബിലിറ്റി കൂടും, ഒരു ഓണർഷിപ്പ് എടുക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അവിടെ ഞാനും ആ കാര്യങ്ങൾ ചിന്തിച്ചു. പക്ഷേ ഞാൻ എന്നെ ആ ഒരു പൊസിഷനിലേക്ക് എടുത്തിട്ടു, അതാണ് സത്യം. ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇയേഴ്സിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിൽ കയറിയ ഉടനെ തന്നെ ഞാനതിന് തയ്യാറായി. അങ്ങനെ കാര്യങ്ങൾ ലീഡ് ചെയ്ത് മുമ്പോട്ട് പോയി. അപ്പോൾ അടുത്തൊരു ഓഫർ വന്നു. ഹാൻഡ്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻസി എന്നുള്ള റോളായിരുന്നു, ഹാൻഡ്ബോൾ വുമൻസ് ടീമിൻ്റെ കോച്ച് എന്നുള്ളൊരു റോളായിരുന്നു അടുത്തത് വന്നിരുന്നത്. അങ്ങനെ വീണ്ടും മുമ്പോട്ട് പോയി, അത്ലറ്റിക്സ് ടീമിൻ്റെ ക്യാപ്റ്റനായി. പിന്നെ ഈ ഒരു സമയത്ത് ഞാനൊരു 3 ടീമിൻ്റെ ക്യാപ്റ്റൻസി റോളായിരുന്നു എനിക്കുള്ളത്. എൻ്റെ ഇയറിൻ്റെ ക്യാപ്റ്റൻസി, ഹാൻഡ്ബോളിൻ്റെ ക്യാപ്റ്റൻസി, അത്ലറ്റിക്സിൻ്റെ ക്യാപ്റ്റൻസി. അപ്പോൾ 3 ടീമിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഇതുവരെ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടാത്ത ടീമായിരുന്നു 3 ടീമും. പക്ഷേ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരു 3 ടീം, ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ള, ഞാൻ ലീഡ് ചെയ്യുന്ന ഈ 3 ടീമിനെയും ചാമ്പ്യൻഷിപ്പ് കിരീടം അടുപ്പിക്കണമെന്നുള്ള അതിയായ മോഹവും ആഗ്രഹവും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയറിലായിരുന്ന ഞാൻ ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്താക്കി, നിരന്തരം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. എന്നെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഞാൻ ഗൈഡ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് സെക്കൻഡ് ഇയറിൽ പോയി മത്സരിച്ചു. അതിൽ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്പയെ പരാജയപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒബ്വിയസ്ലി തളർന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ നമ്മളെല്ലാവരും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചു. അടുത്തൊരു വർഷം പോകുമ്പോൾ ഏകദേശം 10-11 മാസം നമ്മൾ ഈ ഒരു 3 കോമ്പറ്റീഷനിലും എൻ്റെ 3 ടീം ശ്രമിച്ചു. അതിൻ്റെ ഒരു ഫലമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത തവണ വരുമ്പോൾ ഈ 3 ടീമിലും, അതായത് കോളേജിൽ എൻ്റെ ഇയർ ചാമ്പ്യനായി, അത്ലറ്റിക്സ് ടീം മെൻ ടീം കപ്പടിച്ചു, പിന്നെ അതുപോലെ ഹാൻഡ്ബോൾ ടീം ഓൾ കേരള ചാമ്പ്യൻസായി. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഫൈനൽ ഇയറായി. നമുക്ക് ഈ ഒരു ഫൈനൽ ഇയറിൽ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് പട്ടം അല്ലെങ്കിൽ ഈ ഒരു ലെഗസി നിലനിർത്തുക എന്നുള്ള ഒറ്റ കാര്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേണിയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫ്രം 0 to everything എന്നുള്ളൊരു ജേണി. പിന്നെ കോളേജ് കഴിഞ്ഞു, ഞാൻ എൻ്റേതായൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. അതിൽ കുറേ ആൾക്കാരെ മാനേജ് ചെയ്തു, ഏകദേശം 10-20 ആൾക്കാരെ മാനേജ് ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. കുറേ ആൾക്കാരെ ഇപ്പോഴും ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ട്, കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറേ ജേണി. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്പോർട്സ് ജേണി, പിന്നെ അതുപോലെ ഓൺടർപ്രണർഷിപ്പ് ജേണി, ഇതിലൊക്കെ കുറേ ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്, റെസ്പോൺസിബിലിറ്റി, ഓണർഷിപ്പ്, ടൈം മാനേജ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി, പിന്നെ അതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കുറേ സ്കിൽസ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. ഇതായിരുന്നു ഒരു ജേണി എന്ന് പറഞ്ഞാൽ. അപ്പം ഫ്രം നത്തിങ് ടു എവറിത്തിങ് ഞാൻ കുറേ സ്കിൽ സെറ്റും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇതിൽ കുറേ സ്കിൽ സെറ്റ് ഉപയോഗിച്ചത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പോയിന്റിലേക്ക് വരാം. എല്ലാ വർഷവും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യും, പക്ഷേ പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല. അതിന് പ്രശ്നം പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്കില്ലിൻ്റെ ഒന്നല്ല. അതിനാദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. നമ്മളുടെ ഒരു ഐഡിയൽ നമ്മളൊരു ഷെഡ്യൂൾ പറഞ്ഞാൽ നമ്മൾ പറയും 6 to 8 ജിമ്മ്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ പറയാം. പക്ഷേ ഒറിജിനലായിട്ട് അവിടെ 6 to 8 ജിമ്മ് പോയിട്ടുണ്ട്. നമുക്ക് ലാഗ് വരും, ചിലപ്പോൾ 6:30 ആയിട്ടുണ്ടാവും രാവിലെ. പിന്നെ അതുപോലെ പല ലാഗും കാര്യങ്ങളും കാണും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇതാണ്. ഞാൻ ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ ഒരു സെഷൻ ഒരുക്കുന്നുണ്ട്. ഓരോ വീക്കും ഓരോ സ്കില്ലും പ്ലസ് ഈ ഒരു എൻ്റയർ സെഷനിലൂടെ നിങ്ങളുടെ ക്ലാരിറ്റി, നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ചുള്ള ക്ലാരിറ്റി, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ കുറേ സാധനത്തിന് റിപ്പോർട്ടും തരും. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ അതുപോലെ ടൈം മാനേജ്മെൻറ്റ്, പ്രൊഡക്ടിവിറ്റി, പിന്നെ അതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ കുറേ സ്കിൽ സെറ്റും പഠിക്കാൻ പറ്റും. ഓരോ വീക്ക് ഓരോ സ്കിൽ സെറ്റും കാര്യങ്ങൾ കൊടുക്കും. ലീഡർഷിപ്പ് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ടൈം മാനേജ്മെൻറ്റ്, തേർഡ് വീക്ക് ആൻഡ് ഫോർത്ത് വീക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഈ ഒരു ഇയർ 2026 നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെഷൻ, എൻ്റയർ സെഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കുക, ബയോയിലുള്ള ലിങ്കിൽ വെച്ചിട്ട് എൻറോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ DM അയക്കാം, ഞാൻ എൻ്റെ നമ്പറും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഇയർ വിജയകരമാക്കണം. അപ്പോൾ വിത്ത് മീ സ്റ്റേ ട്യൂൺഡ്.